അല്ലാജി ബാങ്കിൽ പോകും. അല്ലാജി ബാങ്കിൽ പൈസ ഇടാറുണ്ട്. സൗദിയിൽ മാമല് അല്ലാജി ബാങ്കിൽ പൈസ ഇടാൻ പോയിട്ടായിരുന്നു. പൈസ ഇടാൻ പോയ ടൈമില് മറ്റേ ഞങ്ങളെ കമ്പനിയിൽ ഇപ്പൊ നമ്മളിപ്പോ കമ്പനിയിലല്ലേ ഈ വരുന്നതിന്റെ മുമ്പത്തെ കഥയുണ്ട്. അതിന്റെ മുമ്പേ അപ്പൊ പൈസ അല്ലാജി ബാങ്കിൽ പൈസ ഇടാൻ പോയതാണ്. പൈസ ഇട്ടു. പൈസ ഇടാൻ പോയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസ ഉണ്ടോ എന്ന് വെച്ചാൽ കടക്ക് വണ്ടി എന്തോ വാങ്ങാനുള്ള പൈസ ആയിരുന്നു. അപ്പൊ പൈസ ഇട്ടു. പൈസ കിട്ടുന്നതിൽ ബാക്കിലൊക്കെ ആളുണ്ട്. ആ പൈസ ഇട്ടിക്കാണ്ട് പോരുന്ന ടൈമില് മറ്റേ ബാക്കിൽ നിൽക്കുന്നത് അറബി കാണാനാണ് ഒരു കറുത്തനാണെന്ന് പറഞ്ഞു. പൈസ ഇട്ടിക്കാണ്ട് പോവുകയാണ്. ഞാൻ പോവുകയാണ്. ആ മെസ്സേജ് ഒന്നും കൂടെ മറ്റേ അതിന് 10 രൂപ ഒന്നും വേണ്ടാന്നില്ല. പോയി 10 രൂപ റെസിപ്റ്റ് വേണമെന്ന് ചോദിച്ചു. അപ്പൊ അതൊന്നും വേണ്ട. അപ്പൊ അവന് പോയി. അതിൽ ഇയാൾ വിളിച്ചിട്ട് വാ മറ്റേ ലാദ്യം മറ്റേ നിർബന്ധമായിട്ട് 10 രൂപ എടുക്കണം. നാളെഞ്ഞിപ്പോ എന്തെങ്കിലും കാരണത്താല പൈസ കയറിയിട്ടില്ലെങ്കിൽ മെസ്സേജ് വന്നാലും പൈസ കയറി എടുക്കണം എന്നല്ലേ 10 രൂപ. അപ്പൊ വേണ്ട മെസ്സേജ് വന്നു പോയി. അതിൽ പറഞ്ഞു മെസ്സേജ് വന്ന് നിർബന്ധിച്ചു നടത്തണേ. അല്ല ഇത് ഇടുക്കി തന്നെ വേണം നിർബന്ധമായിട്ട് എടുക്കണം എന്നുള്ളത്. അതിലിപ്പോ നോക്കെ മറ്റേ ഇവനക്ക് ആള് പറയുമ്പോൾ അത്രയും എക്സ്പീരിയൻസിന്റെ ആളാണ്. ഇവിടുത്തെ ആൾക്കാരല്ലേ ഇനി വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറഞ്ഞത് ഓക്കെ. എന്നിട്ട് ഇപ്പം എന്താ എടുത്തരാ ATM കാർഡ് വന്ന് അതിലിട്ടിക്കാണ്ട് അതിന്റെ 10 രൂപ എടുക്കരുത്. മെഷീൻ മറ്റേ ഇതിലിട്ടിക്കാണ്ട് അതിൻ്റെ എടുത്തു. ഈ 10 രൂപ എടുത്തിട്ട് അങ്ങനെ നോക്കരുത്. അതിന്റെ ഇടയിൽ ഇവനെ നോക്കുന്ന ഇടയിൽ ഈ ATM കാർഡ് ഇവനക്ക് എടുത്തു കൊടുത്തു. ATM കാർഡ് ഇവനക്ക് എടുത്തു കൊടുത്തങ്ങാണ്ട് ഓൻ പോയി കടയിൽ. അതന്നെ ATM കാർഡ് ഓരോ ATM കാർഡല്ലേ. ATM കാർഡ് എടുത്തു പോയി. എടുത്ത് ഫോണിൽ അടക്കോണ്ടിട്ട് 500 ചേഞ്ച് ഉണ്ടോ ചോദിച്ചു. അപ്പൊ അതല്ല ചേഞ്ച് ഇല്ല. അടയ്ക്കാനൊരു ഉപകാരം ചെയ്തല്ലേ. പണക്ക് ഞാൻ പറഞ്ഞതല്ലേ 500 ചേഞ്ചിൻ്റെയും കാട്ടാണ്. ഇപ്പൊ പറഞ്ഞതേ 500 ചേഞ്ചിന്റെ. അപ്പൊ അതല്ല എൻ്റെ ചില്ലറ ഇല്ലാതെ അതില് ഇവനങ്ങനെ പോയിട്ട് കുറച്ച് വായിക്കത്തുമ്പോ തരാൻ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞേക്കിട്ട് തരാം മെസ്സേജ് ഇങ്ങനെ വരും ഫോണിൽ. എന്താ 40 ഉറുപ്പ്യ 30 ഉറുപ്പ്യ 50 ഉറുപ്പ്യ ഇങ്ങനെ പോണത്. അപ്പൊ വെച്ചാല് ഇവന് ATM കാർഡ് പിന്നെ ഇത് നോക്കണേന്റെ ഇടയില് റെസിപ്റ്റ് നോക്കണേന്റെ ഇടയില് ഇവനെന്താ വെച്ചാൽ ATM കാർഡ് മാറ്റി കൊടുത്തിരിക്കുകയാണ്. അതിലിപ്പോ ഇങ്ങനെ നോക്കുമ്പോ പിന്നെ പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ തന്നെ ഓനെ കമ്പനിയുടെ മാനേജർ വിളിച്ചു. ബാങ്കില് അതിനാണ് ബാങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. അതിന് ബാങ്കിൽ വിളിച്ചപ്പോ ബാങ്കിൽ വന്നിട്ടേ മറ്റേ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തതാണ്. അപ്പൊ തന്നെ ഓല് ബാൻ ചെയ്തു. ഇവൻ പിന്നെ പറഞ്ഞത് നമുക്ക് പോയ പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം നമുക്ക് അറിയില്ല. ഇനിയിപ്പോ ഇവർക്ക് പറയാൻ വേണ്ടിയിരുന്നു. പക്ഷെ കുഴപ്പമില്ലാത്തൊരു പൊസിഷൻ ഇരിക്കുന്ന ആളാണ്. ഓന്റെ തന്നെ ഇങ്ങനത്തെ അല്ല അമ്മിളി പറ്റിയ അറിയുമ്പോഴേ അക്കൗണ്ട് സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനത്തെ അമ്മിളി പറ്റിയപ്പോ ഓർക്ക് തന്നെ ഒരു ഇത്. അപ്പൊ ഇതിങ്ങനെ ഓനത് സംഭവിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടേ പറഞ്ഞു. അപ്പൊ എല്ലാരും മറ്റേ ATM കാർഡിട്ടൊക്കെ പോകുമ്പോ അല്ലാജി ബാങ്കിൽ നിന്നാണ് സംഭവിച്ചത്. ATM കാർഡിട്ടൊക്കെ പോകുമ്പോ ശ്രദ്ധിക്കുക മാക്സിമം. എന്ന് വെച്ചാല് നമുക്ക് ചിലപ്പോ ഇവിടെ പലർക്കും ഇതിന്റെ ലാംഗ്വേജ് അല്ല. ഇപ്പൊ എന്റെ ATM കാർഡ് വയ്ക്കുകയാണെങ്കിൽ ഞാനത് മറ്റുള്ള പൈസ പോകണമെങ്കിൽ ഞാനത് ആർക്കെ വിളിക്കുക. ചില ലാംഗ്വേജ് അറിയില്ല. ചിലപ്പോ ഇംഗ്ലീഷിൽ കറക്റ്റ് പറയാൻ അറിയില്ല, അറബി അറിയില്ല. അപ്പൊ നമ്മളെ പൈസ ഫുള്ളാണ് പോകുന്നല്ല. പിന്നെ നമുക്ക് ഇത് എന്ത് ചെയ്യാനും എന്ത് ഇതാക്കാൻ നമുക്കറിയില്ല. കള്ളന്മാരിപ്പോ എല്ലായിടത്തും നമ്മുടെ കമ്പനിയിലല്ലേ പണിയെടുക്കുമ്പോ പണിക്കള്ളന്മാരും അതല്ല അപ്പൊ മാക്സിമം ശ്രദ്ധിക്കുക. എല്ലാവർക്കും സംഭവിക്കാം. എന്നുവെച്ചാൽ നമുക്ക് ചിലപ്പോ ഭാഷ പലപ്പോഴും അറിയില്ല. എല്ലാവർക്കും വരും. അപ്പൊ മാക്സിമം ATM മറ്റേ പൈസ ഇവിടെ വൈഫൈ ആണ്. കാർഡ് വൈഫൈ ആയിട്ട് വരുന്നത്. അപ്പൊ മറ്റുള്ള ഇതൊക്കെ നടന്ന സംഭവം കൊണ്ടാണ് പറയുക. മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടിക്കോട്ടെ. ഓക്കെ.